ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പഴയൊരു പെയിൻറ്റിൻ്റെ ഒരു പാട്ടയാണ്. കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന നമ്മൾ ബ്ലൂടൂത്തിൻ്റെ യൂസ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ബോർഡാണ്. ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് പവറും ബ്ലൂടൂത്ത് ആംപ്ലിഫയർ എല്ലാം കൂടി മൂന്നും കൂടി മിക്സായി വരുന്ന ഒരു ബോർഡാണ്. 3 in 1 ഇത്. ഇതിനകത്ത് തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാം, പെൻഡ്രൈവ് കണക്ട് ചെയ്യാം, ഓക്സ് കേബിളും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ബോർഡിനകത്ത്. ഇതിനകത്ത് ബാറ്ററിയുടെ കണക്ഷനുണ്ട്, സ്പീക്കറിൻ്റെ കണക്ഷനുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. മോഡുണ്ട്, ഏതാണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് ചൂസ് ചെയ്യാം. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും നെക്സ്റ്റ് സോങ്ങിലേക്കും പ്രീവിയസ് സോങ്ങിലേക്കും പോകാനായിട്ട് സാധിക്കും. ഇത് പ്ലേ ആൻഡ് സ്റ്റോപ്പ് ബട്ടണും. നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ 2 സ്പീക്കേഴ്സാണ്. ബാറ്ററി നമ്മൾ പഴയ ഒരു ലാപ്ടോപ്പിൽ നിന്ന് എടുത്ത ഒരു ബാറ്ററി ഉണ്ട്, അതുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് അസംബിൾ ചെയ്യാം. സ്പീക്കേഴ്സ് നമുക്ക് ഈ 2 സൈഡിലായിട്ടും വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം ഇതിൻ്റെ ഈ വലിപ്പം വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെയും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും കട്ട് ചെയ്യുന്നതാണ്. കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേസ്റ്റിൻ്റെ പുറം മൂടിയുണ്ട്, ആ മൂടിയിൽ കറക്റ്റ് അളവാണ് സ്യൂട്ടായിട്ടിരിക്കും. നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഏകദേശം സെൻറ്റർ വരുന്ന ഭാഗത്ത് എഴുതി വെക്കുക, മാർക്ക് ചെയ്യുക. ഈ ഒരളവിന് കട്ട് ചെയ്ത് വെക്കുക. അതേ കണക്ക് താഴെ ഭാഗത്തും അതേ കണക്ക് നമ്മൾ നോക്കണം. താഴ്ഭാഗത്ത് കുഴപ്പമില്ല, ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ചെറുതായിട്ട് പ്രൊജക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് ഈ ഒരു പോർഷൻ, ആ ഒരു പോർഷനിൻ്റെ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്പീക്കറിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി വയർ സോൾഡർ ചെയ്യും. അതിനുമുമ്പായിട്ട് നമുക്ക് ഈ ബോർഡ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഈ സ്വിച്ചസ് നമുക്ക് പുറമേ നിന്ന് കൺട്രോൾ ചെയ്യണമല്ലോ. അതിനുവേണ്ടി നമ്മൾ ഇത് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് വയ്ക്കാൻ പറ്റിയ സ്വിച്ചിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സ്വിച്ചായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പഴയ റിമോട്ടിലെ സ്വിച്ചസ് ആണ്. നമ്മൾ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഹോൾ ചെയ്തിട്ട് സ്വിച്ചുകൾ മാത്രം കയറ്റി വെച്ചിരിക്കുന്നു. പ്രസ് ചെയ്യുമ്പോഴേക്കും ഈ കീസ് വർക്ക് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കും, ഇങ്ങനെ വെച്ച് കൊടുക്കും. നമുക്കിത് ജോയിൻ ചെയ്ത് എടുക്കാം. ഈ ബോർഡിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ടുള്ള ബാറ്ററിയുടെ കണക്ഷനും എടുക്കണം, സ്പീക്കറിൻ്റെ കണക്ഷനും നമുക്ക് സോൾഡർ ചെയ്തെടുക്കണം. അത് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു ഗ്രീൻ വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്, FM ആൻറ്റിനയിൽ. നമ്മളിവിടെ 4 വയറുകൾ സോൾഡർ എടുത്തിട്ടുണ്ട്. റെഡ് ബാറ്ററിയുടെ പോസിറ്റീവും ബ്ലാക്ക് ബാറ്ററിയുടെ നെഗറ്റീവും ഗ്രീനും വൈറ്റും സ്പീക്കറിലേക്ക്. നമുക്ക് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാം. സ്പീക്കറിൽ നമ്മൾ കണക്ഷൻ ചെയ്യുന്നത് സീരിയസ് ആയിട്ടാണ്. പോസിറ്റീവിലേക്ക് ഈ സ്പീക്കറിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യാം. ഈ സ്പീക്കറിൻ്റെ പോസിറ്റീവിലേക്ക് നമുക്ക് ബോഡിയിൽ നിന്നുള്ള ഗ്രീൻ വയർ കണക്ട് ചെയ്യാം. ബോഡിയിൽ നിന്നുള്ള വൈറ്റ് വയർ നമുക്ക് ഈ സ്പീക്കറിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിനകത്ത് ബോർഡ് ഫിക്സ് ചെയ്ത് ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഈ സൈഡ് മാത്രമല്ല, ഇവിടുന്ന് ഒരു സപ്പോർട്ടും കൂടി പാരലായിട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ബോർഡ് ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയും ഇവിടെ പൊങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് പ്രസ് ചെയ്യുമ്പോഴേക്കും ഈ സ്വിച്ച് ഒരുപാട് താഴേക്ക് പോകും. ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രസ് ചെയ്ത് ഇവിടുന്ന് ഒരു സപ്പോർട്ടിന് എന്നുള്ള പോലെ ഇവിടുന്ന് ഒരു പാരലായിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. റെഡ് പോസിറ്റീവിലേക്കും ബ്ലാക്ക് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. നമ്മളിത് ഇങ്ങനെയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു അളവിന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതേ കണക്ക് വെച്ച് കൊടുക്കണം. ഈ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്തപ്പോൾ കൂടിപ്പോയി, അത് നമ്മൾ അകത്തുനിന്ന് ഒരു പീസ് വെച്ച് അത് കവർ ചെയ്യും. ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമുക്കിത് ഓക്സ് കേബിളും പവറും USB മെമ്മറി കാർഡും എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ അതേ കണക്ക് സ്വിച്ചസും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
നമ്മൾ ഇത് എഫ് എമ്മിന് വേണ്ടി ഒരു ആൻറ്റിന, ഒരു സ്പ്രിങ് കണക്കത്തെ കമ്പി എടുത്തിരിക്കുകയാണ്. അത് സ്ക്രൂ ചെയ്ത് സ്ക്രൂവിലേക്ക് നമ്മൾ വയർ സോൾഡർ ചെയ്ത് കൊടുത്തു. ആ പച്ച വയർ സ്പീക്കർ ബാറ്ററി എല്ലാം ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കാം. ബാറ്ററി നമുക്ക് ഫിക്സ് ചെയ്യാം. ഡബിൾ സൈഡ് ടൈപ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് ഉള്ളിലത്തെ പോർഷൻ നമുക്ക് ക്യാപ്പിലേക്ക് ഫിക്സ് ചെയ്യാം. നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് കണക്ക് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെയും ഇങ്ങനെ 2 ഫിക്സ് ചെയ്യാം. നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കാം. ഇനി സ്വിച്ച് ഇത് മാത്രം ഇതേ സെയിം ഇതിൽ നിർത്തും. പവറിൻ്റെ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ഉള്ളതുകൊണ്ട് ബാക്കിയെല്ലാം സ്വിച്ചിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് ഫുള്ള് പെയിൻ്റ് അടിച്ച് ബ്ലാക്കാണ് അടിക്കുന്നത്. പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഓൺ ചെയ്യാം. നമുക്കത് ബ്ലൂടൂത്ത് ഓൺ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. TJ113 എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് പെയർ ചെയ്യാം. അതിനകത്ത് ബാറ്ററി പെർസെൻറ്റേജ് അടക്കം നമുക്ക് കാണിക്കും. നോക്കാം വർക്കിങ്. മോഡ് ബട്ടൺ ആണ് ഇത്. ഇത് പ്രസ് ചെയ്യുമ്പോഴേക്കും FM-ലേക്ക് ചേഞ്ച് ആവും. ഇതിന്റെ ബാക്ക് Bluetooth mode. Still give me loyalty, 'cause I'm taking what you say.